നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളുടെ തോട്ടഭാഗത്തോടുള്ള ചെറുധാന്യങ്ങളുടെ കലവറയുടെ മുൻപിൽ നമ്മൾ നട്ടിരിക്കുന്ന ചെറുധാന്യ തോട്ടമാണ്, മാതൃകാ മില്ലറ്റ് തോട്ടം. ഞാൻ എൻ്റെ എല്ലാ മില്ലറ്റ് ക്ലാസ്സുകളിലും പറയും, ഈ തേനീച്ച കർഷകർക്ക് ചെറുധാന്യങ്ങളുടെ കൃഷി വളരെ ഗുണമുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് തേനീച്ചകൾക്ക് തേൻ കിട്ടണമെങ്കിൽ സാധാരണയായിട്ട് പഞ്ചസാര പാനിയൊക്കെയാണ് എല്ലാവരും വെച്ച് കൊടുക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ സമീപദേശങ്ങളിലുള്ള റബ്ബറിൻ്റെ പൂമ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ആയാസകരമായിട്ട് തേനീച്ചകൾക്ക് പോകേണ്ടതായിട്ട് വരുന്നു. ആ സ്ഥാനത്താണ് ഇത്. കണ്ടില്ല, ഇവിടെയെങ്കിലും ഞാൻ തേനീച്ചപ്പെട്ടി വെച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഇത് ഉച്ച സമയമായതുകൊണ്ടാണ് തേനീച്ച കുറവ്. ധാരാളം തേനീച്ചകൾ വന്ന് ഇത് ബജ്ര അല്ലെങ്കിൽ പേൾ അല്ലെങ്കിൽ കമ്പ് എന്നറിയപ്പെടുന്ന ഒരു മില്ലറ്റിൻ്റെ പൂങ്കുലയാണ്. അതിനകത്ത് ആ പൂവ് കണ്ടോ, ആ പൂമ്പൊടി കണ്ടോ, വളരെ ഗുണമുള്ളതാണ്. ഇത്തരത്തിൽ കിട്ടുന്ന തേനിന് നല്ല ഗുണമേന്മയാണെന്നാണ് ഞാൻ ഈ കർണാടക, ആന്ധ്രാപ്രദേശ് എന്ന സ്ഥലങ്ങളിലൊക്കെ മില്ലറ്റ് തോട്ടങ്ങൾ കാണുമ്പം അതിനകത്ത് തേനീച്ചപ്പെട്ടികൾ വെച്ചിരിക്കുന്നു. അതിനകത്ത് നിന്ന് കിട്ടുന്ന തേനിന് ഉന്നത ഗുണമേന്മയുണ്ടെന്നാണ് ഇവർ പറയുന്നതും അത് സത്യമാണെന്ന് എനിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേനീച്ച കർഷകരുടെ ശ്രദ്ധയിലേക്ക് ഈ ചെറുധാന്യ കൃഷി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാണ്. എന്തിനാണ് നമ്മൾ ഈ ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാര പാനിയും നൽകി ഈ കുഞ്ഞു ജീവികളെ ഇല്ലാണ്ടാക്കുന്നത്? അപ്പോൾ ചെറുധാന്യം പരക്കട്ടെ, മനുഷ്യനും കന്നുകാലികൾക്കും മറ്റ് കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തട്ടെ. ഇതുപോലെയുള്ള കൂടുതൽ സാധ്യതകളാണ് ചെറുധാന്യങ്ങൾ നമുക്ക് വിളിച്ചോതുന്നത്. പക്ഷേ ആരും തന്നെ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഖേദകരമായ കാര്യമാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ മില്ലറ്റ് തോട്ടമാണ്. തിരുവല്ല കോഴഞ്ചേരി റോഡിൽ തോട്ടഭാഗം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കെല്ലാം കാണാം ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കിളിച്ച് വളർന്ന് വലുതായിട്ടിരിക്കുന്നത്. അടുത്ത ബാച്ച് ഞങ്ങൾ ഇവിടെ കുറേ നട്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കടയുടെ ഫ്രണ്ട് ഭാഗത്തും കുറേ ചെടിച്ചട്ടികളിൽ നമ്മൾ നട്ടിരിക്കുന്നു. കുട്ടികളൊക്കെ സ്കൂളിലെ ശാസ്ത്ര പഠനാർത്ഥമൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെയും ഞാൻ ഒരു പരിധിവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും മണിച്ചോളവും ബാജ്രയുമാണ്. കാര്യമായ വളപ്രയോഗം ഒന്നും ചെയ്യാതെ തന്നെ കിളിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം മനുഷ്യനും ഗുണപ്രദമാകട്ടെ, കന്നുകാലികൾക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള തേനീച്ച കർഷകർക്കും ഒക്കെയും ചെറുധാന്യങ്ങൾ ഗുണപ്രദമാകട്ടെ, പരക്കട്ടെ ചെറുതല്ലാത്ത ഈ ചെറുധാന്യങ്ങൾ. നമസ്കാരം, ഞാൻ പ്രശാന്ത് ജഗൻ, ജഗൻസ് മില്ലറ്റ് ബാങ്ക്, ശബരി അഗ്രോ ഫുഡ് പ്രോഡക്ട്സ്, തിരുവല്ല.